നമസ്കാരം, ഫോക്സ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. വാളക്കോട് മേൽപ്പാലത്തിലാണ് നൂറ്റാണ്ട് പഴക്കമുള്ള പാലം. അത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോ പൈതൃകത്തെ കുറിച്ച് പറയാനാണ്. അതൊന്നും അല്ല കാര്യം. കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകാൻ പറ്റുന്ന പാലത്തിന്റെ പകുതി ഭാഗവും കുഴിയാണ്. ലോഡും നിരവധി ചരക്ക് വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയാണ്. ഈ കുഴിയിൽ മുൻചക്രങ്ങൾ ഉൾപ്പെട്ടാൽ വാഹനം ഒരു സൈഡിലോട്ട് മറിഞ്ഞു പോയി വലിയ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സമീപത്ത് സ്കൂളും കുട്ടികളടക്കം നിരവധി യാത്രക്കാർ കടന്നു പോകുന്ന പാലമാണ്. ഇത്രയും വലിയ ആഴത്തിലുള്ളൊരു കുഴി ഉണ്ടായിട്ട് ഇതുവരെ അത് പരിഹരിച്ചിട്ടില്ല. അതുകൊണ്ട് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് ഈ കുഴിയിൽ. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ വീതി കുറഞ്ഞ വാളക്കോട് മേൽപ്പാലത്തിൽ ആഴമേറിയ വലിയ കുഴി രൂപപ്പെട്ടിട്ട് ആഴ്ചകളാകുന്നു. കാൽനടക്കാരും നൂറുകണക്കിന് വാഹനങ്ങളും കടന്നു പോകുന്ന പാതയിലെ കുഴി നികത്താൻ ഒരു അപകടം വരാൻ കാത്തിരിക്കുകയാണ് ദേശീയപാത വിഭാഗം. മഴയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ആഴമേറിയ കുഴിയിൽ ചരക്ക് വാഹനങ്ങളോ മറ്റ് വലിയ വാഹനങ്ങളോ അകപ്പെട്ടാൽ റെയിൽവേ ട്രാക്കിലേക്ക് മറിഞ്ഞ് വലിയ ദുരന്തത്തിന് ഇടയാകും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി ചരക്ക് വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയാണ്. കണ്ടോ, ഇതുണ്ട് ചരക്ക് വാഹനങ്ങളൊക്കെയാണ് കടന്നു വരുന്നത്. ഈ കുഴിയുടെ ആഴം കണ്ടോ, ഒരാൾക്ക് കൃത്യമായിട്ട് ഇറങ്ങി നിൽക്കുക. നമ്മുടെ മുട്ടപ്പം വെള്ളമുണ്ട്, അത്രയും വലിയൊരു കുഴിയാണ്. ഇതിന് ചക്രങ്ങൾ കണ്ടോ, ഇത് ഒരു വശത്തേക്ക് വാഹനങ്ങൾ ചരിയുക. ചരക്ക് കൊണ്ടുവരുന്ന വാഹനങ്ങളാണെങ്കിൽ മറിയാൻ വളരെ സാധ്യത കൂടുതലാണ്. സ്കൂൾ ബസ്സും അതൊക്കെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാതയാണ്. ഇതിന്റെ പേര് ദേശീയപാത എന്നാണ് കേട്ടോ. ഇതൊരു ഗ്രാമീണ റോഡൊന്നും അല്ല, ഒരു ദേശീയപാതയാണ്. ദേശീയപാതയുടെ അവസ്ഥയാണിത്. ഒരു സമയം കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകാൻ കഴിയുന്ന പാലത്തിന്റെ ഒരു വശത്ത് ഭൂരിഭാഗവും കുഴിയും വെള്ളവുമാണ്. ശ്രദ്ധ പാളിയാൽ ഇവിടെ അപകടം ഉറപ്പാണ്. അടിയന്തരമായി കുഴി നികത്തി അപകടാവസ്ഥ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഫോക്സ് ടി വി ന്യൂസ്, പുനലൂർ.